അമേരിക്കയിൽ ഒരു വീട് സ്വന്തമാക്കുന്നതാണോ വാടകയ്ക്ക് താമസിക്കുന്നതാണോ ഏതാണ് ലാഭകരം? സത്യാവസ്ഥ അറിഞ്ഞാൽ ഞെട്ടിപ്പോകും കേട്ടോ. നമ്മൾ കേരളീയർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ഒരു വീട് സ്വന്തമായാലും ലൈഫ് സെറ്റായി എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ഇമോഷണൽ ഡിസിഷൻസ് അമേരിക്കയിൽ വർക്ക്ഔട്ട് ആവില്ല. ഇവിടെ സീൻ ഡിഫറെൻ്റ് ആണ്. 20-30 വർഷത്തേക്കാണ് നമ്മൾ മോർഗേജ് എടുക്കുന്നത്. ഈ മോർഗേജിനോടൊപ്പം തന്നെ ഒരുപാട് എക്സ്ട്രാ എക്സ്പെൻസസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പ്രോപ്പർട്ടി ടാക്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, HOA ഫീസ്. HOA ഫീസൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഉണ്ടല്ലോ മെയിൻ്റനൻസ് നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അത് നാട്ടിലെ പോലെയല്ല. ഇവിടെ നമ്മൾ പേഴ്സണലി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഹെൽപ്പിന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് കയ്യിൽ നിന്ന് പൈസ ചിലവാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സേവിങ്സ് നടക്കില്ല. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ കുഴപ്പമില്ല. അതല്ല എങ്കിൽ നമുക്ക് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് ഒക്കെ ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ജസ്റ്റ് ഒരു ടിക്കറ്റ് ഇട്ടാൽ മതി. നമുക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഓണറിനെ നമ്മൾ പണക്കാരനാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കീശയും നമുക്ക് കാലിയാകാതെ സൂക്ഷിക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങൾ ഏത് വിഭാഗത്തിലുള്ള ആളാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഓണറിനെ പണക്കാരനാക്കുന്ന ആളാണോ അല്ലെങ്കിൽ ബാങ്കിനെ പണക്കാരനാക്കുന്ന ആളാണോ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ.